ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അച്യുതൻ കൊല്ലപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരെല്ലാവരും വന്ന് വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അമ്മയാണെങ്കിൽ കത്തി അച്യുതൻ്റെ വയറ്റിൽ നിന്ന് വലിച്ചു ഊരുന്നതായിട്ടായിരിക്കും കാണുന്നത്. ആ സമയത്ത് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് കേട്ടോ. അതായത് ഭൂമിയുടെ അമ്മ തന്നെയാണ് അച്ഛനെ കൊന്നതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇതേ സമയത്ത് ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മയാണ് അച്ഛനെ കൊന്നതെന്ന് നിങ്ങൾ പറയുന്നു, അതിൽ 1% പോലും വാസ്തവത്തിൽ എൻ്റെ അമ്മയുടെ ജീവനാണ് എൻ്റെ അച്ഛൻ. ഞങ്ങൾ 3 പേരും പരസ്പരം അത്രമാത്രം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഇവിടെ കഴിയുന്നത്, ഇവിടെ ആരോട് ചോദിച്ചാലും നിങ്ങൾക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തെളിവുകളെല്ലാം എതിരായതുകൊണ്ട് തന്നെ ഭൂമിയുടെ അമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് ഭൂമിയുടെ ഈ അവസ്ഥ കണ്ട് മനം തൊന്ന് നിൽക്കുകയാണ് കേട്ടോ അജയും അതുപോലെ തന്നെ സത്യനുമൊക്കെ തന്നെ. അങ്ങനെ ഭൂമിയെ ചേർത്ത് പിടിക്കുകയാണ് സത്യനെ. ഭൂമിയുടെ സങ്കടങ്ങളെല്ലാം കണ്ടിട്ട് സത്യൻ ഭൂമിക്ക് ഒരു കൈത്താങ്ങായിട്ട് തന്നെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ കണ്ട് ഭവാനിയുടെ ഉള്ളു പിടയുകയാണ് കേട്ടോ. ഭവാനി അപ്പോഴും ചിന്തിക്കുന്നുണ്ട്, അച്യുതൻ മരണപ്പെട്ടു എന്ന് കരുതി ഈ സത്യങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അച്യുതൻ്റെ ഭാര്യ ജയിലിലും ആയിരിക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ അവൾ സത്യം തുറന്നു പറഞ്ഞെങ്കിലോ? ഇനി അതൊന്നുമല്ല, അച്യുതൻ സത്യം ബാക്കി വെച്ചിട്ടാണ് പോയതെങ്കിലോ? അച്യുതൻ ഈ മരണം മുന്നിൽ കണ്ട് എന്തെങ്കിലും ആരോടെങ്കിലും ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ചെയ്തു കൂട്ടിയതൊക്കെ വെറുതെ ആവില്ലേ? അതുകൊണ്ട് തന്നെ ഭൂമിയെ വകവരുത്തുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് അപ്പുറത്തേക്കൊരു പോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗുണ്ടനെ വീണ്ടും പറയാൻ കേട്ടോ ഭവാനി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്നിട്ട് നമ്മുടെ സത്യനാണെങ്കിൽ ഭൂമിയെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ ഭവാനിക്ക് ഉള്ളിൽ നല്ല ഭയമുണ്ട്. അച്ഛൻ മകളെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പോകുന്നതെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തടയണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ഭൂമിയുടെ അമ്മേനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ഇതേ സമയത്ത് അജയ്ക്ക് എന്ത് ചോദിക്കണം എന്ത് പറയണം എന്നറിയത്ത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ഇരിക്കുക. കാരണം താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു നല്ലൊരു സുഹൃത്തായി കാണുന്ന പെൺകുട്ടിയുടെ അമ്മയാണല്ലോ തൊട്ട് മുൻപിലിരിക്കുന്നത്. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സംഭവങ്ങൾ, നാടകീയ രംഗങ്ങളാണല്ലോ തനിക്ക് മുൻപിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ആ അമ്മയോട് എന്ത് ചോദിക്കണം, എങ്ങനെ അവതരിപ്പിക്കണം എന്നൊക്കെ അറിയാതെ ആകെ വേവലാതിപ്പെട്ട് നിൽക്കുന്ന അജയിനെയാണ് കേട്ടോ കാണിക്കുന്നത്. എന്നിട്ടും അജയ് തൻ്റെ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് തനിക്ക് ചോദിക്കേണ്ട അവകാശം ഉണ്ടല്ലോ, അധികാരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അമ്മയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് അന്ന് അവിടെ നടന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ പറയുകയാണ് കേട്ടോ. അച്യുതനെ ഒരു ഗുണ്ട വന്ന് ആക്രമിക്കുകയായിരുന്നെന്നും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും അതുപോലെ തന്നെ ഞാൻ കത്തി വലിച്ചു ഊരിയത് കണ്ടിട്ടാണ് നിങ്ങൾ വന്ന് എന്നെ തെറ്റിദ്ധരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അജയ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരി, ആ ഗുണ്ട വെറുതെ വരില്ലല്ലോ, എന്തെങ്കിലും ഒരു വൈരാഗ്യം, ഒരു ശത്രുത ആ ഗുണ്ടയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ, അതെന്താണ് കാരണം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് പിന്നിലുള്ള രഹസ്യം മാത്രം പറയാൻ അംബികയ്ക്ക് കഴിയുന്നില്ല കേട്ടോ. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സത്യം, മൂടി വയ്ക്കപ്പെട്ട സത്യം തുറന്നു പറയേണ്ടി വരും. ഇപ്പോൾ തനിക്ക് തൻ്റെ ഭർത്താവെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ഇനി താൻ ജീവിതതുല്യം സ്നേഹിക്കുന്ന മകളും കൂടി തനിക്ക് നഷ്ടമാകുമോ എന്ന് ഭയന്ന് ആ ഒരു സത്യം പറയുന്നില്ല കേട്ടോ. എന്തിനാണ് ഗുണ്ട വന്നതെന്നും അച്യുതനെ കൊന്നതെന്നുമുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ അംബികയുടെ വാക്കുകളിൽ അല്ലെങ്കിൽ ആ ഒരു മൊഴികളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ച അജയ്ക്കാണെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. കാരണം തെളിവുകളെല്ലാം എതിരാണ്, സാക്ഷികളുണ്ട്. കതക് തുറന്നപ്പോൾ കത്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അംബികേനെ സാക്ഷികളുണ്ട്. അതുപോലെ തന്നെ മറ്റു ഗുണ്ടകളൊന്നും കയറിയതായിട്ടുള്ള യാതൊരുവിധ സൂചനകളും അവിടെ കാണുന്നില്ല. അങ്ങനെ എല്ലാ തെളിവുകളും എതിരായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജയിലിലേക്ക് അടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അജയോട് നമ്മുടെ ഭൂമി വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല, എൻ്റെ അമ്മ അച്ഛനെ കൊല്ലുമെന്ന് അജയ്ക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങൾ അത്രമാത്രം സ്നേഹത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമാണ്, എൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും ഇറക്കണം, അജയ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ അപേക്ഷയാണ്. അച്ഛൻ എല്ലാം നഷ്ടപ്പെട്ട് അനാഥയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ അപേക്ഷയായിട്ട് കാണണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സത്യനും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടേ. ഇതേ സമയത്ത് അജയ് പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല, തൻ്റെ അമ്മേനെ തൻ്റെ ഒപ്പം തന്നെ ചേർത്ത് നിർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. താൻ തനിച്ചായി പോകുമല്ലോ എന്നോർത്തുള്ള വിഷമവും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ തെളിവുകളെല്ലാം എതിരാണ്. തൻ്റെ അമ്മയുടെ മൊഴികളൊന്നും അത്ര തൃപ്തികരമല്ല. അതുകൊണ്ടാണ് അമ്മയോട് ഞങ്ങൾ ചോദിച്ചു, ആ ഗുണ്ടകൾ എന്തിന് നിങ്ങളുടെ വീട്ടിൽ വന്നു എന്നുള്ളത്. പക്ഷേ ആ ഒരു കാര്യത്തിന് അമ്മയ്ക്ക് മറുപടിയില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ പൊസിഷൻ നോക്കണ്ടേ? ഇവിടെ നിന്ന് എനിക്ക് അങ്ങനെ നിയമത്തിനെതിരായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് താൻ വിഷമിക്കാതെ തൻ്റെ അമ്മയുടെ
അമ്മയുടെ സ്ഥാനത്ത് സത്യമുണ്ടെങ്കിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമിയെ വീട്ടിൽ പോയി കാണുകയും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അജയ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇതേ സമയത്ത് ഇതെല്ലാം കണ്ട് സന്തോഷിച്ച് നിൽക്കുന്ന അഞ്ജനേനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജന നമ്മുടെ ഭവാനിയോട് പറയുന്നുണ്ട്, അവളുടെ തന്ത ചത്ത് മേളോട്ടെടുത്തു, തള്ളേനെയും കൊണ്ടുപോയി, ഏതായാലും നമുക്കെല്ലാം അനുകൂലമായി അല്ലേ അമ്മേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, എന്തനുകൂലമായെന്ന്, ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങൾ അവർക്ക് സാധകമായത്, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ അവൾക്ക് ആരുമില്ല, അതുകൊണ്ട് തന്നെ അജയ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അങ്ങനെ സ്വന്തം കെട്ടിയവനെ കൊന്ന് കൊലയാളി ഒരു വീട്ടിൽ നിന്ന് പെണ്ണെടുക്കാൻ നമ്മുടെ കുടുംബത്തിലുള്ളവരാരെങ്കിലും സമ്മതിക്കുമോ? സൗഭാഗ്യ മുത്തശ്ശി വെറുതെ ഇരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അജയുടെ തീരുമാനങ്ങളല്ലേ, അതിന് ഇച്ചിരി വിലയും വാല്യവും ഒക്കെ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ പറയുന്നത് പോലെയൊന്നും അല്ല മോളെ കാര്യങ്ങൾ, ഇച്ചിരിയുടെ കരുതലായിട്ടിരിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭവാനി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എല്ലാവരും ഊണുമേശയിലിരുന്ന് ഊണ് കഴിക്കുകയാണേ. ഇതേ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കാൻ കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സത്യം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ അമ്മയ്ക്ക് എന്താ ഒരു സങ്കടം എന്ന് പറയുമ്പോൾ, ഓ എന്നാ സങ്കടം, നീ തന്നെ കണ്ടതല്ലേടാ 2-3 ദിവസങ്ങളായിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ, ആ പെൺകുട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം, എനിക്ക് മനസ്സിൽ എന്തോ ഒരു പ്രയാസം, എനിക്ക് ഇന്നേ വരെ ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ എന്തോ ആ കുട്ടിയെ ഞാൻ അത്രമാത്രം മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്നു, എൻ്റെ ആരോ ആണെന്നൊരു ചിന്ത, എൻ്റെ പേരക്കുട്ടിയാണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും, ആ കുട്ടിക്ക് ഇങ്ങനൊരു അപകടം സംഭവിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലടാ, ജീവന തുല്യം സ്നേഹിച്ച അവളുടെ അച്ഛൻ പോയില്ലേ, അതുപോലെ തന്നെ അമ്മ ജയിലിലും ആയില്ലേ, ആ അമ്മ തെറ്റുകാരിയാണെന്നല്ലേ എല്ലാവരും കൂടെ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ഭവാനി പറയുന്നുണ്ട്, അമ്മ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ചുമ്മാ അവർ തെറ്റുകാരിയാണെന്ന് ആരെങ്കിലും പറയുമോ, അമ്മയുടെ കൊച്ചുമോൻ തന്നെയല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, കൊച്ചുമോനോട് ചോദിച്ചു നോക്ക്, അവർ കൊന്നതാ, അങ്ങനെ ഒരു കൊലയാളിയായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് എല്ലാവരും ഓർത്തോണം, ഇനി ആഘോഷമാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവളെ ഇങ്ങോട്ടേക്ക് കയറ്റിയേക്കല്ലേ, ആ കുണം അവളും കാണിക്കാതിരിക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സത്യം പറയുന്നുണ്ട്, ഭവാനി എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, അത് ചില തെറ്റിദ്ധാരണകളുടെ പുറത്താണ് ഭൂമിയുടെ അമ്മേനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്, മതിയായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ആരോ വൈരാഗ്യം തീർത്തുപോലെ എന്തോ ചെയ്തത് ആ കുട്ടിയുടെ അച്ഛനെ, അവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, ഇത്തിരി നാളെ അവരെ കണ്ടിട്ടുള്ളൂ പഴകിയിട്ടുള്ളൂ എങ്കിലും ആ കുട്ടിയെയും ആ കുട്ടിയുടെ കുടുംബത്തെയും എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയത്, അതുകൊണ്ട് ഭൂമി ഇവിടേക്ക് വരുന്നതിനെ ആർക്കും വിലക്കാൻ കഴിയില്ല, എനിക്കെൻ്റെ മകളെ പോലെ അവൾ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് ഭവാനി അടക്കം പറച്ചിൽ പറയുന്നുണ്ട്, അതായത് മനസ്സിൽ പറയാണ്, മകളെ പോലല്ലടോ, തൻ്റെ മകള് തന്നെ അത്, പക്ഷേ ആ സത്യം അറിയുന്നതിന് മുമ്പ് അവൾ ഈ ഭൂമി ലോകത്ത് നിന്ന് തന്നെ പോകും, ഭൂമി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് എല്ലാവരും അങ്ങനെ സംസാരിച്ചൊക്കെ കൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് ഭക്ഷണമൊന്നും ഇറങ്ങുന്നില്ല, എനിക്ക് വേണ്ട എന്ന് ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങനെ എണീറ്റ് പോവുകയാണ്. ഇതേ സമയത്ത് പിന്നാലെ തന്നെ സത്യനും അതുപോലെ തന്നെ അജയുടെ അച്ഛനും അമ്മയും അജയും ഒക്കെ കൂടി അങ്ങ് എണീറ്റ് പോവുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നമ്മുടെ ഭൂമിയുടെ സങ്കടത്തിൽ പങ്കുചേരുകയാണ്. ഇതേ സമയത്ത് ഭവാനിയും മകൾ അഞ്ജനയും വെട്ടി വിഴുങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അഞ്ജന പറയുന്നുണ്ട്, അവർക്കാർക്കും വേണ്ടെങ്കിൽ നമുക്ക് എന്താമേ, നമ്മുടെ വയറെന്തിനാ കാലിയാക്കുന്നത്, കണ്ടവളുമാർക്ക് വേണ്ടി അമ്മ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നല്ല എന്ന് പറഞ്ഞിട്ട് മൂക്കുമുട്ട തിന്നുന്നുണ്ട് കേട്ടോ 2 എണ്ണം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും എൻഗേജ്മെൻ്റൊക്കെ. അപ്പോൾ എൻഗേജ്മെൻറ്റിനൊന്നും വഴിയൊരുക്കുന്നില്ല കേട്ടോ അജയ്. ഭൂമിയെ താലി ചാർത്തിക്കൊണ്ട് തന്നെ വരികയാണ് കേട്ടോ. ഇതേ സമയത്ത് ഭൂമിയെ കണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അജയ് പറയുന്നുണ്ട്, തൻ്റെ അമ്മ തെറ്റുകാരിയല്ല എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്, പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അമ്മ ഇപ്പോഴും തെറ്റുകാരിയാണ്, കുറ്റക്കാരിയാണ്. ആ തെളിവുകൾ അമ്മയ്ക്ക് അനുകൂലമായിട്ട് വേണം, അതിനുള്ള അന്വേഷണം ഞാൻ നടത്തുന്നുണ്ട്. തനിക്ക് ഞാൻ വാക്ക് തരുന്നുണ്ട്, തൻ്റെ അമ്മേനെ കുറ്റവിമുക്തിയായി തൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമെന്നുള്ള വാക്ക് ഞാൻ തരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതിന് പകരമായി താൻ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് പറയാണേ, ഒരു കോൺട്രാക്റ്റ്. ഞാൻ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യുമ്പോൾ താൻ ഇങ്ങോട്ടൊരു ഉപകാരം എന്ന് പറയുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, എന്തുപകാരം, എന്ത് വേണമെങ്കിലും ഞാൻ സാറിന് ചെയ്തു തരാം, എന്ത് വേണമെങ്കിലും, എൻ്റെ ജീവൻ വേണമെങ്കിലും ഞാൻ സാറിന് തരാം. എൻ്റെ ജീവനായ എൻ്റെ അച്ഛൻ പോയി, ഇനി എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. ആ അമ്മേനെ എനിക്ക് കൺകുളിർക്ക് കാണണം. ആ അമ്മേനെ ജയിലിലാക്കാൻ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അമ്മേനെ എനിക്ക് തിരിച്ചിറക്കിക്കൊണ്ട് വരണം. അതിന് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് പറയാണ്, എന്നെ താൻ വിവാഹം കഴിക്കണം. വിവാഹമോ?
സാർ എന്തായി പറയുന്നത്? വിവാഹം കഴിക്കാനൊക്കെ? ആ, വിവാഹം കഴിക്കണം. റിയലായിട്ടല്ല, ഒരു എഗ്രിമെൻ്റ് വിവാഹം. എഗ്രിമെൻ്റ് വിവാഹമോ സാറേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. സാർ ഒന്ന് തെളിച്ചു പറ. ആ, ഞാൻ പറയാടോ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, തന്നെ ഞാനിപ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ അഞ്ജനനെ വിവാഹം കഴിക്കേണ്ടി വരും. പിന്നെ എൻ്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടയായെന്ന് പ്രതീക്ഷിച്ചാൽ മതി. അഞ്ജന എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ട് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സ്വഭാവ വൈകല്യമുള്ള കുട്ടിയാണ്. അത് മാത്രമല്ല, ആണുങ്ങളെ ഭരിപ്പിക്കാനും അതുപോലെ തന്നെ അവരുടെ തലയിൽ കയറി നിരങ്ങാനും ഇത്ര അഹങ്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അവളുടെ അമ്മയുടെ സ്വഭാവം തന്നെ പറിച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അങ്ങനെ ഒരുത്തെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ കുടുംബത്തിലെ എല്ലാവരുടെയും കൂടെ ഒരു തീരുമാനമായതുകൊണ്ട് തന്നെ ഇതിനെ എനിക്ക് എതിർത്ത് നിൽക്കാനും കഴിയില്ല. അപ്പോൾ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കുട്ടി നീ തന്നെയാണ്. കാരണം ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും അതിലൊരു അതൃപ്തി ഉണ്ടാവും. പക്ഷേ അത് താനാണെങ്കിൽ തന്നെ എല്ലാവർക്കും വളരെ ഇഷ്ടം. സത്യൻ അങ്കിളിനാണെങ്കിലും മുത്തശ്ശിക്കാണെങ്കിലും അച്ഛൻ അമ്മ എല്ലാവർക്കും തന്നെ വളരെ ഇഷ്ടം. തൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും 100 നാവാ. അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് പോയാൽ ആരും അതിന് എതിർപ്പൊന്നും പറയില്ല. എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് ഭൂമി ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നാലും സാറ് പറഞ്ഞതുപോലെ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അവരെ ചതിക്കുക എന്ന് പറയുന്നത് അത് ശരിയായ കാര്യമല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, അങ്ങനെയൊന്നും താൻ കരുതണ്ട, ഇത് ചതിയൊന്നുമല്ല. താനൊന്ന് ആലോചിച്ച് നോക്കി, ജീവിതകാലം മുഴുവൻ ഇഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിച്ച് ജീവിതം കോഞ്ഞാട്ടയായി പോകുന്ന എൻ്റെ ഒരവസ്ഥ അത് താനൊന്ന് ചിന്തിച്ച് നോക്ക്. ഇത് ഒരാളുടെ ജീവിതം നന്നാകാൻ വേണ്ടിയിട്ടല്ലേ? തൻ്റെ അമ്മേനെ ഞാൻ ഇറക്കിക്കൊണ്ട് വരികയും ചെയ്യും. അതിന് കേസ് കളിക്കണമെങ്കിൽ കേസ് കളിക്കാം. അതിന് എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കാം. അത് ഞാൻ തനിക്ക് വാക്ക് തരുന്നു. എല്ലാം എഗ്രിമെൻ്റ് പ്രകാരമായിരിക്കും. പിന്നെ തൻ്റെ ശരീരത്തെ ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയോ തൊടാനോ ഒന്നിനും ഞാൻ വരില്ല. വെളിയിലെ എല്ലാവരുടെയും മുൻപിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. പക്ഷേ മുറിക്കകത്ത് നമ്മൾ രണ്ടുപേരായിട്ടാണ് തന്നെയാണ് ജീവിക്കുന്നത്. തനിക്ക് ഒരു കുഴപ്പം വരാതെ താൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും മുഖം ഇങ്ങനെ മനസ്സിലോർക്കുവാണ്. അച്ഛൻ തനിക്ക് സമ്മതം തരുന്നത് പോലെ നമ്മുടെ ഭൂമിക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി പറയാണ്, ഈ എഗ്രിമെൻറ്റിന് എനിക്ക് സമ്മതമാണ്. എൻ്റെ അമ്മനെ തിരികെ കൊണ്ടുവരാൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവരുടെ വിവാഹം നടക്കുകയാണേ. അങ്ങനെ വിവാഹമൊക്കെ നടക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ കളികളും തമാശകളും കുറുമ്പുകളും ഒക്കെ ആയിട്ട് സന്തോഷകരമായിട്ട് ഇവരുടെ ലൈഫ് പോവുകയാണ് കേട്ടോ. ഈ ഒരു അവസരത്തിലായിരിക്കും നമ്മുടെ അന്വേഷണം ഒരു പകുതി വഴിയോളം എത്തുമ്പോൾ ഇവർക്ക് പിന്നിൽ ഒരു വലിയ രഹസ്യം മൂടിയിരിപ്പുണ്ട്. അത് ഭൂമിയെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യമാണ് എന്നുള്ള സത്യങ്ങളൊക്കെ അജയ്ക്ക് മനസ്സിലാകുകയാണ് കേട്ടോ. അങ്ങനെ അജയും സത്യനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കോംബോ കാണുമ്പോഴും അജയ്ക്ക് വല്ലാത്തൊരു സംശയം തോന്നുകയാണ്. കാരണം ഇവർ തമ്മിൽ എന്തോ ഒരു ആത്മബന്ധമുള്ളതുപോലെ അജയ്ക്ക് ഫീൽ ചെയ്യാൻ കേട്ടോ. അങ്ങനെ അജയ് ആണെങ്കിൽ കുട്ടിക്കാലത്തെ സത്യനങ്കിളിൻ്റെ തൻ്റെ മുറപ്പെണ്ണിൻ്റെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലെല്ലാം നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ ചായകാച്ചലൊക്കെ തോന്നുന്നുണ്ട് അജയ്ക്ക്. ചിലപ്പോൾ അജയ് ഇങ്ങനെ സംശയിക്കുന്നതായിരിക്കും, എനിക്കിങ്ങനെ തോന്നുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അത് വിട്ടുകളയുന്നുണ്ട്. എങ്കിൽ കൂടിയും പണ്ടെപ്പോഴോ എല്ലാവരും പറഞ്ഞൊരു അറിവുണ്ട്. ഭൂമിയുടെ അതായത് അഭിരാമിയുടെ കഴുത്തിന് പിന്നിൽ പുറത്തായിട്ട് ഒരു വലിയൊരു കറുത്ത മറുകുണ്ട് എന്നുള്ള കാര്യം പണ്ട് സത്യനങ്ങളും അതുപോലെ തന്നെ എല്ലാവരും പറഞ്ഞതായിട്ടുള്ള ഒരു അറിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഒരിക്കൽ ഇങ്ങനെ നമ്മുടെ അജയ് ആണെങ്കിൽ അന്നേ ദിവസം ഓഫീസിൽ പോകുന്നില്ലായിരിക്കും കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോഴായിരിക്കും ഭൂമി കുളിച്ചിട്ട് ഇറങ്ങി നിൽക്കുകയായിരിക്കും. ഇങ്ങനെ തല മെടഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ, തോർത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ കണ്ണാടിയിൽ നോക്കി പൊട്ടൊക്കെ കുത്തി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയത്ത് യാദൃശ്ചികമായി നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയുടെ പിന്നിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴായിരിക്കും ഭൂമിയുടെ പുറത്ത് ഒരു കറുത്ത മറുക് കാണുന്നത്. അത് കാണുമ്പോൾ അജയുടെ സംശയം ബലപ്പെടുകയാണ് കേട്ടോ. അജയ് അത് കാണുമ്പോൾ അജയ്ക്ക് വല്ലാത്തൊരു ഇത് തോന്നുകയാണ്. കാരണം അജയുടെ മനസ്സിൽ ഇങ്ങനെ ഭൂമി അഭിരാമിയാണോ എന്നുള്ള സംശയം ഉടലെടുത്തത് മുതൽ ഭൂമിയെ കാണുമ്പോൾ അഭിരാമിയായിട്ട് തന്നെ തോന്നുകയാണ് അജയ്ക്ക്. അത് മാത്രമല്ല ഇപ്പോൾ ആ മാർഗം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അജയ് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് കേട്ടോ. അങ്ങനെ അജയ് ആണെങ്കിൽ
എന്താ ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേറെ ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നുമില്ലേ, അവരാരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പണ്ടെപ്പോഴോ ഇവിടെ കുടിയേറി വന്നതാ, 21 വർഷം 22 വർഷത്തോളമായി ഞങ്ങൾ ഇവിടേക്ക് വന്നിട്ട്. അതിൽ പിന്നെ ആരുമായിട്ടും വലിയ സഹകരണമോ കാര്യങ്ങളോ ഒന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് ഞങ്ങളുടെ ലോകം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൻ്റെ എന്നൊക്കെ പറയുമ്പോഴത്തേനും തനിക്ക് തൻ്റെ അച്ഛനെയും അമ്മേനെയും കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാവോ, എന്തെങ്കിലും ഒരു കഥയുണ്ടോ, കാരണം ഗുണ്ടകൾ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും അച്ഛനോട് വൈരാഗ്യം തോന്നേണ്ട കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭൂമി പറയുന്നുണ്ട്, അങ്ങനെ ഒരു കാര്യമില്ല, അച്ഛൻ ആരോടും ആവശ്യമില്ലാതെ പോയി വഴക്കുണ്ടാക്കുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യില്ല, അച്ഛൻ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അച്ഛൻ എന്തൊക്കെയോ ഉള്ളിലൊരു ഭയം ഉള്ളതുപോലെ തോന്നി, അച്ഛനും അമ്മയും എന്നിൽ നിന്നെന്തോ ഇങ്ങനെ എപ്പോഴും സംസാരിക്കുന്നത് പോലെയൊക്കെ തോന്നുമായിരുന്നു, അവരുടെ മനസ്സിൽ മുഴുവൻ എന്നെക്കുറിച്ചൊരു ഭയമാണ്, എന്നെക്കുറിച്ച് പേടിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്, എൻ്റെ കാര്യം എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നീ മാത്രമാണ് ഞങ്ങളുടെ മോൾ, നീ ഞങ്ങളുടെ മോൾ തന്നെയാണ് എന്നിങ്ങനെ എടുത്തെടുത്ത് പറയായിരുന്നു. അപ്പോഴും ഞാൻ ചോദിക്കായിരുന്നു, എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളെപ്പോഴെങ്കിലും വിട്ടു പോകുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അജയ്ക്ക് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെ ദുരൂഹതകൾ ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കാണ് കേട്ടോ. അങ്ങനെ സൗഭാഗ്യം മുത്തശ്ശിയോട് ചെന്നിട്ട് അജയ് പറയുന്നുണ്ട്, അഭിരാമിയെക്കുറിച്ച് ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, അപ്പം മുത്തശ്ശി അവളുടെ കാര്യങ്ങളും അവളെക്കുറിച്ചുള്ള അടയാളങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാമെന്ന് ചോദിക്കുമ്പോഴായിരിക്കും പറയുന്നത്, അവളുടെ പിന്നിൽ വലിയൊരു കറുത്ത മറുകുണ്ട്, അത് മാത്രമല്ല ഒരു സുന്ദരി കുട്ടിയായിരുന്നു, അവൾ വലുതാകുമ്പോഴും ഒരു സുന്ദരി കുട്ടിയായിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ അജയ് ഇത് തൻ്റെ മുറപ്പെണ്ണാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ.